നമസ്കാരം, ന്യൂമർസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയ 2021 മോഡൽ കൺവെർട്ടബിൾ ടൈപ്പ് താർ LX 4x4 ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ്. ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന 2021 മോഡൽ താർ 4x4 പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതൊരു വെറും 16,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു മികച്ച ക്വാളിറ്റിയുള്ള ഒരു വാഹനം തന്നെയാണ് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് അതുപോലെ ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഒന്നുമില്ലാത്ത മികച്ചൊരു വാഹനമാണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ന്യൂമർസ് കാർസ് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ബോണ്ട് അതുപോലെ തന്നെ ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങോടുകൂടി തന്നെ നിൽക്കുന്നു. മഹീന്ദ്രയുടെ ലോഗോ കാര്യങ്ങളെല്ലാം വളരെ മികച്ച ഫിനിഷിങ്ങിലും കമ്പനി ഒന്നാമത്തെ ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നൊരു വാഹനമാണത്. LED പ്രൊജക്റ്റഡ് ഫോഗ് ലാംപ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വശങ്ങളിലേക്കൊക്കെ ഫ്രണ്ട് സൈഡിലേക്കൊക്കെ വരികയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. എം സ്റ്റാലിൻ എഞ്ചിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ ഒരു 90% ടയേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി വരുന്ന ജെനുവിൻ അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോർസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. വേറെ യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ബോഡി ലൈൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റി തന്നെ വരുന്നു. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോ 90% ടയേഴ്സ് ബാക്ക് ടയറുണ്ട്. ശരിക്കും പറഞ്ഞാൽ 5 അലോയ് വീലും മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നതാണ്. യാതൊരുവിധ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയേഴ്സൊക്കെ ആണെങ്കിൽ 90% ടയേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനം കൺവെർട്ടബിൾ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വാഹനം കൂടിയാണിത്. നല്ല സ്പോർട്ടി ഫീലിംഗ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വാഹനം തന്നെയാണിത്. ടോപ്പ് റൂഫ് ഇപ്പോൾ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചത് ഫോൾഡ് ചെയ്ത് വയ്ക്കാവുന്ന സംവിധാനം കൂടി ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ ഡിക്കി നോക്കുകയാണെങ്കിൽ വളരെ ഒരു ചെറിയൊരു ലഗേജ് ഒക്കെ വയ്ക്കാനുള്ള സൗകര്യമാണ് ഇതിനകത്തുള്ളത്. അതുപോലെ നമുക്ക് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലഗേജ് കൂടുതൽ വെക്കണമെങ്കിൽ നമുക്ക് സീറ്റ് രണ്ടും ഫോൾഡ് ചെയ്യണമെന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇതൊരു ഓട്ടോമാറ്റിക് വാഹനം ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈൽ ലാംപ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. അതിലൊരു ഡാമേജോ പരിക്കുകളോ ഒന്നുമില്ല. അതുപോലെ തന്നെ 4x4 ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വെൽ മെയിൻറ്റൈൻഡും നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഈ വാഹനം എന്ന് പറയാനായിട്ട്. ടയറൊക്കെ നേരത്തെ സൂചിപ്പിച്ചാൽ എബോ 90% ടയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2021 മോഡൽ താർ 4x4 പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും കൺവെർട്ടബിൾ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ റൂഫ് ഇപ്പോൾ മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു വാഹനം കൂടി തന്നെയാണിത്. ഇതിൻ്റെ ഡാഷ്ബോർഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. ഒന്ന് ഡാഷ്ബോർഡിലും ഒന്ന് സ്റ്റിയറിംഗ് വീലിലും വരുന്നുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ അതുപോലെ ക്രൂസ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്ന ഒരു വാഹനമാണിത്. എയർ ബാഗ്സ് ഒക്കെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടി നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 4x4 വാഹനം ആയതുകൊണ്ട് തന്നെ അഡീഷണൽ ഒരു കുട്ടി ലിവർ കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റും കൂടിയാണ് ഈ വാഹനം. അപ്പോൾ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നീ മോഡുകളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പവർ വിൻഡോസ് വരുന്നത് സെൻട്രൽ കൺസോളിൽ തന്നെയാണ് ഇതിൻ്റെ ഡ്യുവൽ പവർ വിൻഡോസ് കാര്യങ്ങൾ വരുന്നത്. ഇതൊരു 4 പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിൻ്റെ പൊസിഷൻസും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കമ്പനി വരുന്ന ജെനുവിൻ സീറ്റ്സ് തന്നെയാണ് ഇതിനകത്തുള്ളത്. ഫാബ്രിക് സീറ്റ്സ് ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ മികച്ച ക്വാളിറ്റിയുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാമാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2021 മോഡൽ സിംഗിൾ ഓണർ വെറും 16,000 കിലോമീറ്റർ മാത്രമുള്ള താർ 4x4 പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മികച്ച ക്വാളിറ്റിയോടുകൂടി തന്നെ ഇരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് വേണം എടുത്ത് പറയാനായിട്ട്. അതായത് യാതൊരു ഡാമേജോ പരിക്കുകളോ ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ ഇരിക്കുന്ന എഞ്ചിൻ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വൃത്തിയുള്ളൊരു എഞ്ചിൻ റൂമാണ്. ഇതിനകത്ത് അപ്രോൺ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന് 150 PSI പവറും അതുപോലെ തന്നെ 320 എന്ന ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. എയർ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 15 km/ലിറ്ററാണ്. എന്നിരുന്നാൽ തന്നെ നമുക്ക് ഒരു 9-10 മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ താർ 4x4 ഒക്കെ പെട്രോൾ അതും കൺവെർട്ടബിൾ ടൈപ്പ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു വാഹനം തന്നെയാണ്. വെറും 16,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനിക്ക് അതേ കണ്ടീഷൻ തന്നെ നല്ല മികച്ച ക്വാളിറ്റിയുള്ള ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലയെടുപ്പിലേക്ക് നോക്കാം. 2021 മോഡൽ സിംഗിൾ ഓണർ വെറും 16,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള താർ 4x4 വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 13,68,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്.
ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറസ് കാർസ് കേരളയിലാണ്. ന്യൂമറസ് കാർസ് കേരളയിലേക്ക് ആലുവയിൽ 2 ഷോറൂമാണുള്ളത്. ഒന്ന് പ്രിയദർശിനി റോഡിലും 2 GHS അപ്രോച്ച് റോഡ് ബാങ്ക് ജംഗ്ഷനിലുമാണ്. അപ്പോൾ ഈ വാഹനം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് GHS അപ്രോച്ച് റോഡിലുള്ള ന്യൂമറസ് കാർസ് കേരളയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം.